പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിനി ജിഷയുടെ അമ്മ രാജേശ്വരി അന്തരിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ പെരുമ്പാവൂർ മലമുറി ശ്മശാനത്തിൽ വെച്ച് നടക്കും. 2016 ഏപ്രിൽ 28-നായിരുന്നു ജിഷയുടെ കൊലപാതകം. വീടിനുള്ളിൽ വെച്ചാണ് നിയമവിദ്യാർത്ഥിയായ ജിഷ കൊല്ലപ്പെട്ടത്. മന്ത്രി KP ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ആരോപണത്തിന് പിന്നാലെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. കൽപ്പറ്റയിൽ ഗണേഷ് കുമാറിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ നേരിയ സംഘർഷം ഉടലെടുത്തു. കോഴിയെയും കയ്യിലെടുത്തായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. KSRTC ബസ് തടഞ്ഞ പ്രവർത്തകർ മന്ത്രിയുടെ കോലവും കത്തിച്ചു. സ്ഥലത്ത് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയായി. ബസ് തടഞ്ഞ പ്രവർത്തകരെ നീക്കം ചെയ്യാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. കൽപ്പറ്റയിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗമായ സഞ്ജു സാംസണെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ചു. ടൂർണമെന്റിൽ സഞ്ജു നടത്തിയ പ്രകടനത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സഞ്ജുവിന് മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. നിരവധി ആരാധകരാണ് താരത്തെ കാണാനായി എയർപോർട്ടിൽ തടിച്ചുകൂടിയത്. സഞ്ജു എയർപോർട്ടിന് പുറത്തെത്തിയതോടെ ആരാധകരുടെ ആവേശവും അതിരുവിട്ടു. ചേട്ടാ ചേട്ടാ വിളികളോടെയാണ് താരത്തെ ആരാധകർ സ്വീകരിച്ച്. തനിക്ക് നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ താരം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. സഞ്ജു സാംസണ് തിരുവനന്തപുരത്ത് സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകുമെന്ന് മന്ത്രി V ശിവൻകുട്ടി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് UDF ഘടകകക്ഷിയായ CMPക്ക് നൽകാനുള്ള നീക്കത്തിൽ എതിർപ്പ് ശക്തം. UDF നീക്കത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. VS ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് രാത്രിയാണ് രഹസ്യയോഗം ചേർന്നത്. ഇതോടൊപ്പം പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസ് ചുവരെഴുത്തും ആരംഭിച്ചു. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് തേടിയാണ് ചുവരെഴുതിയത്. തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിന്റേത് എന്നാണ് ചുവരെഴുത്ത്. കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിൽ BJP പ്രതിഷേധം. പ്രവർത്തകർ തള്ളിക്കറാൻ ശ്രമിച്ചു. 2 കരാർ നഴ്സുമാരെ പിരിച്ചുവിട്ട നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. 2 പേരെ പിരിച്ചുവിട്ട നടപടി റദ്ദ് ചെയ്ത് അന്വേഷണം നടത്താമെന്ന് മാനേജ്മെന്റ് ഉറപ്പു നൽകിയെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു പറഞ്ഞു. ഹോസ്റ്റൽ ഒഴിയാനുള്ള തീരുമാനം പിൻവലിക്കുമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകി. ഇതോടെ ആശുപത്രിക്ക് മുന്നിലെ പ്രതിഷേധം BJP അവസാനിപ്പിച്ചു.